നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എസ് രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി. ബാഹുബലി ആദ്യ ഭാഗത്തേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് ബാഹുബലി ദ കൺക്ലൂഷൻ. തമിഴ്, തെലുങ്ക് ഭാഷകളിലെ പ്രമുഖ താരങ്ങളാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതേ ബാഹുബലി മലയാളത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക? അഖിൽ ദിനേശ് എന്ന ഫേസ്ബുക്ക് കലാകാരന്റെ സൃഷ്ടി നമുക്കൊന്ന് പരിശോധിച്ചാലോ? സിനിമയുടെ നട്ടലായ അമരേന്ദ്ര ബാഹുബലിയും മഹേന്ദ്ര ബാഹുബലിയുമായി പൃഥ്വിരാജ് എത്തിയ എങ്ങനെയുണ്ടാകും? പ്രഭാസ് തന്റെ കരിയറിന്റെ 5 വർഷമാണ് ബാഹുബലിക്ക് വേണ്ടി സമർപ്പിച്ചത്. അതേപോലെ തന്നെ അർപ്പണ മനോഭാവമുള്ള നടനാണ് നമ്മുടെ എല്ലാം സ്വന്തം പൃഥ്വി. തീർച്ചയായും ബാഹുബലി എന്ന കഥാപാത്രത്തിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഉറപ്പാണ്. റാണ ദഗുപതി അവതരിപ്പിച്ച പൽവാൾ ദേവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ശരീരഘടന കൊണ്ടും കഴിവുകൊണ്ടും ടൊവിനോ തോമസ് ആയിരിക്കും യോഗ്യൻ. പൃഥ്വിരാജ് ടൊവിനോ തോമസ് കോമ്പിനേഷനും പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. ഷട്ടർ എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ ചെയ്തത് സത്യരാജ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ബാഹുബലി ചിത്രങ്ങളിൽ സത്യരാജ് അവതരിപ്പിച്ച കട്ടപ്പ എന്ന കഥാപാത്രമാകാൻ എന്തുകൊണ്ടും മലയാളത്തിൽ നിന്ന് യോജിച്ച മുഖം ലാലിൻ്റേത് തന്നെയാണ്. ബാഹുബലിയിൽ ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് രമ്യ കൃഷ്ണൻ അവതരിപ്പിച്ച ശിവഗാമി. ആ ശൗര്യവും ദൃഢനിശ്ചയവും മുഖത്തു കൊണ്ടുവരാൻ എന്തുകൊണ്ടും മഞ്ജു വാര്യർക്ക് കഴിയും. നാസർ അവതരിപ്പിച്ച ബിജ്ലദേവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഖിൽ ദിനേശ് കണ്ടെത്തിയിരിക്കുന്നത് നെടുമുടി വേണുവിനെയാണ്. ആ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വളരെ യോജിച്ചതുമാണ്. ചിത്രത്തിലെ മറ്റൊരു ശക്തമായ കഥാപാത്രമാണ് ദേവസേന. അമരേന്ദ്ര ബാഹുബലിയുടെ പത്നിയും മഹേന്ദ്ര ബാഹുബലിയുടെ അമ്മയുമായ ദേവസേനയെ അവതരിപ്പിക്കാൻ സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും യോഗ്യ നയൻതാര തന്നെയാണ്. ഇതെല്ലാം അഖിൽ ദിനേശിന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. പ്രേക്ഷകർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.